മോളെ പെണ്ണ് കാണാൻ എന്നൊരു കൂട്ടർ വരുന്നുണ്ട്. കല്യാണം ആകുമ്പോ അറിയിക്കാതിരിക്കും. ഇപ്പൊ പെണ്ണ് കാണാൻ വരുമല്ലേ, കല്യാണം അറിയിച്ചിരിക്കും. ഓക്കെ 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 ഓക്കെ. ചേട്ടാ ആ അതെ, എന്റെ ക്ലിപ്പ് കണ്ടോ? നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് തന്നെ നിന്റെ ക്ലിപ്പ് കണ്ടോന്നോ? ഞാൻ നാട്ടുകാരോട് എന്താ സമാധാനം പറയോടി? എന്റെ മാനം പോയോടി. ഇതിനിടയ്ക്ക് നിന്റെ ക്ലിപ്പ് ഇറങ്ങിയോ? എന്റെ മനുഷ്യ, നിങ്ങൾ എന്തൊക്കെ വിളിച്ചു പറയുന്നേ? ഞാൻ എന്റെ തലയെ കുത്തുന്ന ക്ലിപ്പിന്റെ കാര്യം ചോദിച്ചേ. അതായിരുന്നു. എടി മോളെയായിരുന്നു കല്യാണം, അതുകൊണ്ട് പറഞ്ഞതാ. മോളെക്കാളും സുന്ദരിയായിട്ട് നീ നിൽക്കുന്ന കണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. മനുഷ്യന്റെ ഒരു അസൂയെ. പണ്ടൊക്കെ എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. അയ്യോ, കല്യാണം കഴിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് എന്റെ രാജകുമാരൻ ഇങ്ങനെ വരുന്നത്. ആ സമയത്താണോ ഞാൻ വന്നത്? നിങ്ങൾ വന്നു കുതിരയുടെ പുറത്തല്ല, പോത്തിന്റെ പുറത്ത്, എന്റെ കാലനായിട്ട്, എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്. പോടോ മുതുകാല. താൻ പോടോ. എന്റെ ജീവിതം തൊലച്ചു തന്നെ നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല കേട്ടോ. ഇന്നെങ്കിലും ഒന്ന് മിണ്ടാതിരുന്നൂടെ? എന്റെ മോളെ നിന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമല്ലേ ഇന്ന്? ഇന്ന് എന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണെന്ന് രണ്ടുപേർക്കും ബോധമുണ്ടോ? എന്നാ പിന്നെ വഴക്കൂടാതെ മിണ്ടായിരിക്കും. നീ വന്നേ, നാളെ വലതുകാലം വെച്ച് ഒരു കുടുംബത്തെ ചെന്ന് കയറേണ്ട പെണ്ണ. നീ കുറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക. ഞാനും വരുവാ. നിന്റെ വായിന്നല്ല ശബ്ദം വല്ലതും വരുന്നോന്ന് ഞാൻ ശ്രദ്ധിക്കുവായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചാണ് ഈ ഒറ്റ ശബ്ദം കാരണം എന്റെ കല്യാണം മൊത്തം മുടങ്ങണം. നമ്മളിപ്പോ 15 കിലോമീറ്റർ വന്നോ, 22 ശബ്ദം മാത്രമല്ല എന്റെ വായി നോന്നുള്ളൂ, വേറെ ഒന്നും വരില്ലല്ലോ. അപ്പൊ ഞാൻ ഇന്നോട്ട് തീരുമാനിച്ചു എന്റെ വായിൽ ശബ്ദം വരില്ല. ഞാൻ അതല്ല ആലോചിക്കണത്. ലോകത്ത് മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിക്കുള്ളവരുണ്ട്, മുടന്തരുണ്ട്. അതൊക്കെ ദൈവമായിട്ട് കൊടുക്കുന്നതാണ്. എടേ, നിനക്ക് എന്തോടെ ഈ പ്രശ്നം? സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പുറപ്പെടുവിക്കുന്നത്. അത് ഒരു സൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല. ഈ സംസാരിക്കുമ്പോ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് പല സൗണ്ട് നീ പുറപ്പെടുവിക്കുമല്ലേ? ഇന്ന് ഉറപ്പിച്ച് എന്റെ ശബ്ദം ഇതുപോലെ സൗണ്ട് വരരുത്. എത്രാത്ത പെണ്ണാണെന്ന് അറിയാം. എത്ര കല്യാണം മുടങ്ങി. അതുകൊണ്ട് മര്യാദയ്ക്ക് വരണം. ഞാൻ സംസാരിക്കുന്ന നീ മിണ്ടാന്നാ മതി. മനസ്സിലായല്ല? സൗണ്ട് ഉണ്ടാക്കാൻ വരണം കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ശബ്ദം ഉണ്ടെങ്കിൽ ഇപ്പൊ ഏതാ തേങ്ങ വീണാമാ. ആ തേങ്ങ കൂടെ എന്റെ മണ്ട കൊണ്ട് വെക്കല്ലേ. തേങ്ങ കൊണ്ട് കൊള്ളാം. കൊച്ചങ്ങാരെ എന്റെ തോമ മാറിയ കേട്ടാ. ഇനി സൗണ്ട് വെച്ചാൽ 2 കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടി. ശബ്ദം വെക്കൂല. കാണാൻ വരെ 3 ശബ്ദം അങ്ങോട്ട് വിട്ടിട്ട് അങ്ങോട്ട് പോയി പെട്ടെന്ന് വിട്ടിട്ട് വാ. നീ സൗണ്ട് സൗണ്ട് വരല്ലേ? കേട്ടാ. ഞാൻ പറഞ്ഞു മാമ സംസാരിക്കാൻ. മക്കൾ മിണ്ടാ ശബ്ദം ഉണ്ടാക്കൂല. വിളിക്കാം കേട്ടാ. വിളിക്കാം. ഞാൻ എവിടെ നിന്നോളെ? വിളിക്കാം. ഇത് ഞാനല്ലേ? ഇത് മാമനാണ്. ഇത് ഞാനല്ല. മാമന്റെ കയ്യിൽ നിന്ന് പോയാ അച്ഛനെ വിളിക്കാം. ഹലോ, ആരുമില്ലേ? ഹലോ, നമസ്കാരം. 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 എന്നെ മനസ്സിലായോ? എനിക്കങ്ങോട്ട് കിട്ടിയില്ല. മനസ്സിലായില്ല. ഇപ്പൊ വന്നപ്പോ നമസ്കാരം പറഞ്ഞില്ലേ? അത് ഞാനാ. നമസ്കാരം പറഞ്ഞ ആള്. നമസ്കാരം. പെണ്ണാണ് വന്നാണ്. ഞാന് അമ്മാവൻ, ഇതെന്റെ മരുമോൻ. അത് ശരി. തന്റെ മോളെ കെട്ടിയവനെ കൊണ്ടാണോ എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി വരുന്നത്? അതല്ല, എന്റെ സഹോദരിയുടെ മോനാ എന്റെ മരുമോൻ. ഇന്ന് വരുമെന്ന് പറഞ്ഞു. മോളെ കാണാൻ വരുമെന്ന്. എന്താ മോന്റെ പേര്? ഇവന്റെ പേര് നല്ല പേരാണ്. ഇവന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പേരെന്ന് പറഞ്ഞ അവൻ പറയട്ടെ, താങ്കൾ പറയാതിരിക്കൂ. അവൻ പറയട്ടെ. എന്താ മോന്റെ പേര്? ഉണ്ടാക്കല്ലേ. മോന്റെ പേരെന്താ? എന്റെ പേര് വിഷ്ണു. മോനെ വിഷ്ണു. ഓക്കെ. ഈ പുകച്ചു 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 എന്താ? ഇൻഷനാണ്. വിഷ്ണു പുകച്ചു 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 പുകച്ചു. അടിപൊളി. എടി, നമ്മുടെ മോടെ പേര് ഗീതു. ഗീതു വിഷ്ണു പുകച്ചു 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 പുകച്ചു. ഇത് കലക്കും. വെഡിങ് കാർഡ് അടിക്കാൻ പറ്റിയ പേര്. മോനെ 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാണ്. എവിടെയാ ജോലി എന്നുള്ള കാര്യം അങ്ങോട്ട് വ്യക്തമായില്ല. ഞാൻ ഇവിടെ ടെക്നോ പാർക്കിൽ. പൂച്ചയുണ്ടോ മാമ ഇവിടെ? പൂച്ചയല്ല, ഒരു എലി ഇതിനെ കൂടി നടപ്പുണ്ട്. പിന്നെ മോന്റെ ശമ്പളമൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മോക്കൂടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കല്യാണം അങ്ങ് നടത്താം. അതിനാ പോയെ. ഏതോ ഒരു സാധനം മേലോട്ട് പോയില്ല. ചുമ്മാ ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക. ഈ ചെറുക്കൻ എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആവശ്യമില്ലാതെ അപശബ്ദം വിടുന്നു. എന്താണ് ഇവന്റെ വിഷയം? പറ. ഒരു ശബ്ദം പറയാൻ വിട്ടുപോയി. നേരത്തെ പറയാൻ വിട്ടുപോയി. ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ട് സൗണ്ട് ഉണ്ടാക്കും. ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മോളെ ഈ ചെറുക്കന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടാ, നമുക്ക് കല്യാണം വേണ്ട. ഞങ്ങൾ സമ്മതിക്കുകയല്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപശബ്ദം വിടുന്ന ചെറുക്കന് ഞങ്ങളുടെ പെണ്ണിന് വേണ്ട. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. ചെറുക്കൻ ഒരു സൗണ്ടും അല്ല വിടുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിച്ചിട്ട് പല സൗണ്ടും വിടും. നിങ്ങൾ കേട്ട് കേട്ട് പിന്നെ ട്രാക്ക് ആകുമ്പോ നിങ്ങൾ എന്നാ ചോദിക്കും, മക്കളെ 2 സൗണ്ട് വിടണം, 1 സൗണ്ട് വിടണം. ചേട്ടാ, ഇങ്ങോട്ട് വന്നേ.
പിന്നെ നമുക്ക് ഈ കല്യാണം വേണ്ട ചേട്ടാ. ഞാൻ പണ്ടേ പറഞ്ഞല്ലേ എന്റെ ആങ്ങളയുടെ മോനെ കൊണ്ട് നമ്മുടെ മോളെ കല്യാണം കഴിപ്പിക്കാമെന്ന്. ഏതാ പേത്ത രഘുവിനെ കൊണ്ടോ? അവനൊക്കെ പരോള് കിട്ടി എന്ന് പുറത്തിറങ്ങാനാടി? 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ചെറുക്കനാ. എനിക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. എന്റെ മോക്കൂടെ ഇഷ്ടപ്പെടുവാണ്, ഞാൻ ഈ കല്യാണം നടത്തും. ആരുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട. ചേട്ടാ നമ്മുടെ മോളോടൊന്ന് പറയണ്ട ചേട്ടാ. അതെ എനിക്ക് എന്റെ പൊന്നുമോനെ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. മോക്കൂടെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. പെട്ടെന്ന് അങ്ങോട്ട് ഇത് ചടങ്ങ് നടത്താം. കാരണം ചെറുക്കന് പോയിട്ട് ജോലിക്ക് കയറാൻ തിരക്കുണ്ട്. ആണല്ലേ? എന്ത് ജോലിക്കാ ഇപ്പൊ കയറാൻ പോണ വൈകുന്നേരം തന്നെ? ഭയങ്കര പൊസിഷനിലല്ലേ? മോളെ വിളിക്കും, മോളെ വിളിക്കും. മോളെ വിളിക്കാം, മോളെ. വാ, ഇരിക്ക്. പെട്ടെന്ന് വിളിക്കാം. വരട്ടില്ലേട്ടാ, മോള് വരട്ട്. ഒന്നും ഉണ്ടാക്കാല്ലേ. ഇതാണ് എന്റെ മോള്. ചായ ലഡു കൂടെ കൊടുക്ക്. ലഡു. മുന്തിരി ചാടിപ്പോയാണ് അങ്ങോട്ട്. അയ്യോ, പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ, കളയണ്ട. അതിന് മുന്തിരി ഇല്ലായിരുന്നല്ലോ. ഇത് ഞാൻ കൈ നിട്ട് കളിച്ചാണ്, അല്ലെ അവളെ നിന്റെ കവാലമ്പളൊക്കെ അടിച്ചാണ്. അപ്പൊ ചെറുക്കനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മോളെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് കല്യാണം അങ്ങ് നടത്താം അല്ലേ? എനിക്ക് സംസാരിക്കണം അച്ഛാ. അല്ല, അച്ഛൻ സംസാരിച്ചു. അല്ല, ആ ചേട്ടനോട് സംസാരിക്കണം. ചെറുക്കന് പറഞ്ഞ ഞാൻ സംസാരിച്ചാ മതിയാ. കിളവനല്ല സംസാരിക്കേണ്ടത്, ചെറുക്കനാ സംസാരിക്കേണ്ടത്. അതെ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, മോക്ക് എന്തോ സംസാരിക്കണമെന്ന്. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒന്ന് കുറയ്ക്കുക കേട്ടോ. അപ്പൊ ഓക്കെ. പിന്നെ ഡി ജെ അവളെടുത്ത് എടുക്കരുത്. എന്റെ ആംപ്ലിഫയർ അവള് ഒരു സൗണ്ട് പറഞ്ഞു. അതെ, എന്റെ മോള് തകർക്ക്. ഡാൻസ് കളിക്കുന്ന ജീവിക്ക് അടിപൊളിയായിട്ട്. അതെ, ചേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിക്കണേ? ഞാൻ അങ്ങനെ മിണ്ടണ ടൈപ്പ് അല്ല. അയ്യോ, എനിക്ക് ഒരുപാട് സംസാരിക്കണവരെ ഭയങ്കര ഇഷ്ടാ. എന്റെ കൂട്ടുകാരിമാര് എപ്പോഴും പറയും എനിക്ക് എന്തെങ്കിലും സൗണ്ട് ഇങ്ങനെ കേട്ടിരിക്കണോന്ന്. കറക്റ്റ് സ്ഥലത്താ വന്ന് പെട്ടിരിക്കണേ. നീ സൗണ്ടിന്റെ വിസ്മയായിരിക്കും. ആര് കോളം ബെല്ലടിച്ചാ? അയ്യോ, ഇവിടുത്തെ പോലെ എനിക്ക് സൗണ്ട് ഇതല്ല. അപ്പൊ അപ്പുറത്തെ വീട്ടിലായിരിക്കും. പേരെന്തുവാ? ഗീതു. ഗീതു അല്ലേ? ചേട്ടാ, എനിക്ക് കല്യാണത്തിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. കല്യാണത്തിനെ പറ്റി മാത്രമല്ല, ആദ്യ രാത്രി മുതല് ചേട്ടാ, കുതിര വിളിക്കുന്ന സൗണ്ട്. ഇപ്പൊ വന്നതാണല്ലോ കുതിര. കാരണം നമുക്ക് ഊട്ടി പോണം, ഒരുപാട് കാര്യങ്ങൾ. കാരണം എന്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കല്ലേ, അതിന്റെ ഒരു സംഭവം മാത്രമാണ് കേട്ടോ. ചേട്ടന്റെ പേരെന്താ? വരണം അടുത്തത്. ചേട്ടാ, പേരെന്താ? കേട്ടില്ലേ? പേരെന്താ? പേര് ചേട്ടാ, പേരെന്താ? പിപിയോ? പി എന്ന് പറഞ്ഞ ഇനിഷ്യല്. ഓ, പുഷ്പരാജ്, പുഷ്പലത, അമ്മ. ഇത് രണ്ടും കൂടെ നമ്മളൊന്നുമില്ലെങ്കിൽ ന്യൂ ജനറേഷൻ. ഒച്ച കേട്ടില്ല. എനിക്ക് കല്യാണം വേണ്ട. ഈ ചേട്ടൻ സംസാരിക്കുമ്പോ എന്തോ ഒരു ഒച്ച. എന്റെ പൊന്നുമോളെ 1.5 ലക്ഷം ശമ്പളം മേടിക്കുന്ന ചെറുക്കനാ. ഒച്ച വെച്ച് അവന് ഒച്ചയാന്നും പറഞ്ഞ് നീ കല്യാണം മുടക്കരുത് കേട്ടോ. ഈ കല്യാണം അച്ഛൻ മിക്സ് ചെയ്ത് ഈ കല്യാണം നടത്തണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി ഞാൻ പേടിച്ചു പോകൂല അച്ഛാ. മക്കളെ, അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവ് എനർജി ആയിട്ട് എടുത്താൽ മതി. മക്കള് ജനറേറ്റർ സൗണ്ട് കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് ഭയങ്കര അരോചകമല്ലേ? പക്ഷെ അതിൽ നിന്ന് കറണ്ട് വരുമ്പോ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, എന്തൊരു വെളിച്ചമാണ്, എന്തൊക്കെ പ്രയോജനം ഉണ്ട്. അങ്ങനെ കരുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ അച്ഛൻ എന്നെ കൂർക്കമ്പലി ഉണ്ടായിരുന്നല്ലോ. ഒരു അച്ഛൻ മാമന്റെ വീട്ടിൽ പോയപ്പോ മോള് വിളിച്ച് പറഞ്ഞില്ലേ, അച്ഛാ ഇങ്ങി വാ, അച്ഛാ ഇങ്ങി വാ, എനിക്ക് അച്ഛന്റെ കൂർക്കമ്പലി കേട്ടാലേ ഉറക്കം വരുവുള്ളെന്ന്. അങ്ങനെ അച്ഛൻ വന്ന് കൂർക്കം വലിച്ച് ഉറക്കുന്നില്ലേ? ഇതൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. അച്ഛന്റെ കൂർക്കം വലി വെച്ച് നോക്കുമ്പോ ഇതിന് എന്നാ താളമാണെന്നറിയാവോ? അപ്പൊ ഏതൊക്കെയായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്താലാ? അങ്ങനെയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഞങ്ങളൊരു 30 പേര് ചെറുക്കന്റെ വീട്ടിലോട്ട് അങ്ങ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മള് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഒരു 35 പേര് ചൊവ്വാഴ്ച വരാം. ഇങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച ഞങ്ങൾ ചെറുക്കന്റെ വീടും പരിസരമൊക്കെ കാണാൻ വേണ്ടി ഒരു 40 പേര് അങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് പെണ്ണും കൂട്ടരും ചെറുക്കനും എല്ലാം കൂടി ചേർന്ന് വ്യാഴാഴ്ച നമ്മൾ ഇങ്ങോട്ട് വന്നാലോ? ആണല്ലേ? അങ്ങനെ ഈ കാരണവന്മാരെ കാണിച്ചില്ലെങ്കിൽ ചെറിയ പ്രശ്നമാണ്. പിന്നെ അത് ഒരു വിഷയം ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരു 10-60 കാരണവന്മാര് വെള്ളിയാഴ്ച അങ്ങോട്ട് വരും. നമുക്ക് മൊത്തം 110 കാരണവന്മാരുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് ഈ ശനിയാഴ്ച ഇങ്ങോട്ട് വന്നാലോ? ഇതിന്റെ ഇടയ്ക്ക്
സമയം കിട്ടുമെങ്കിൽ ഈ പോക്കരവിന്റെ ഇടയ്ക്ക് സമയം കിട്ടുമെങ്കിൽ എന്റെ ഇവിടെ കല്യാണം ഒന്ന് എന്റെ പൊന്നു മോനെ നിന്റെ ഇവിടെയും കല്യാണം ഞങ്ങൾ ആക്കി തന്നാ പോരെ ആണല്ലേ? നന്നാക്കി തന്നിരിക്കും. മാമ എന്തിനാ ബാക്കി കല്യാണം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. എന്താ അതിന് ശേഷമുള്ള എങ്ങനെ അത് കല്യാണം കഴിഞ്ഞിട്ടല്ലേ? അപ്പൊ അതല്ല, അത് അതിന് മുമ്പേ ചില മനസ്സിലായി. ചെറുക്കൻ ഉദ്ദേശിച്ചത് പെണ്ണിന്റെ വീടാണല്ലോ. അതെ, നിങ്ങളെ പെണ്ണിന് എന്ത് കൊടുക്കും എന്നാണ് ചെറുക്കൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ താനും ഞങ്ങൾ ഞങ്ങളുടെ മോക്ക് കൊടുക്കും അല്ലേ മോളെ? അല്ല, അതങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ കല്യാണത്തിന് മുമ്പേ ഈ സ്ത്രീധനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. മോനെ സ്ത്രീ തന്നെ ഒരു ധനമല്ലേടാ. എടാ മോനെ, ഞാനൊരു പുരോഗമന ചിന്താഗതിക്കാരനാണ്. അവള് പറഞ്ഞ പോലെ സ്ത്രീ തന്നെ ധനം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഒരു 15 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് 2 പേർ കൂടെയുണ്ട്. അത് ഞങ്ങൾ വിട്ടു തരത്തില്ല. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അവിടെ കിടക്കും. അത് കിട്ടുമെന്ന് മോനൊട്ട് മോഹിക്കുകയും വേണ്ട. മാമ സ്ത്രീധനം സ്ത്രീധനല്ല ഞാൻ കേട്ടോ. എനിക്ക് സ്ത്രീധനം വേണം. അല്ല, എനിക്ക് സ്ത്രീധനം വേണം. അല്ല, അവർ എന്തുദ്ദേശത്തിലാണ് സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞത്? ഒന്നുമില്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ശമ്പളമല്ല. മാമ 2 ശബ്ദം ഉണ്ടാക്കുമ്പോൾ കുറെ ഡയലോഗ് ഉണ്ട്. ഒരു പെണ്ണും കിട്ടാത്തോണ്ടല്ല ഞാൻ ഇവിടെ എത്തിയത്. സ്ത്രീധനം ഉണ്ടെന്ന് മാത്രം പറഞ്ഞാണ് ഞാൻ വന്നത്. കുറച്ച് പ്രശ്നമുള്ള കുറച്ച് ഇത് കഴിയുമ്പോ അങ്ങ് മാറും. എനിക്ക് സ്ത്രീധനം വെച്ച ശേഷം മാത്രമേ ഞാൻ കിട്ടുള്ളൂ. സ്ത്രീധനം ഒരു പെണ്ണിനെ ഞാൻ കിട്ടില്ല. എന്തോ പാടുപെട്ട എത്രയും കാലം നടന്നു ഒരു പെണ്ണിനെ റെഡിയാക്കി എടുത്തത്. ഇതിപ്പോ സ്ത്രീധനം വേണമെന്നാ? എന്റെ കൊക്കിൽ ചെയ്യണോണ്ട് ഈ കല്യാണം ഞാൻ നടത്തും. മക്കൾ നിനക്ക് പിന്നെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടാ? എന്നാ അമ്മാവന് ചെറുക്കന് കൈ പരസ്പരം കൊടുത്ത് അങ്ങോട്ട് കൊടു. അപ്പൊ ഒക്കെ കല്യാണം ഫിക്സ് അല്ലേ? കല്യാണം കഴിച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോ ഇവിടെ വരണം. നമുക്ക് 2 പേർക്കൂടെ മ്യൂസിക് വിട്ട് കളിക്കാമല്ലോ. കല്യാണം കഴിഞ്ഞ ശേഷം മാത്രമല്ല, എന്ന് ഞാൻ ഇനി തൊട്ട് ഇവിടെ തൊട്ട് അങ്ങനെ ഡിസ്കാ ഡിസ്ക്